ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മിരി ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ യൂണിക്കോൺ 150ക്ക് ചെറുതായിട്ടൊരു പണി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ സെൽഫ് അടിക്കുന്ന സമയത്ത് ചെറിയൊരു സൗണ്ട് മാത്രമേ അയക്കുന്നുള്ളൂ. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ബ്രഷ് എന്തോ സംഭവം പോയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ വണ്ടിയാണ്. നിങ്ങൾ വീഡിയോസിലൊന്നും ഈ വണ്ടി കാണാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലേക്ക് വീഡിയോ എടുക്കാമെന്നൊക്കെ ഞാനും വിചാരിക്കും. ഉച്ചയാകുമ്പോഴത്തേക്കും ഞാനും എന്നോട് നല്ല രീതിക്ക് അടിയാവും. അപ്പോഴത്തേക്കും പിന്നെ വീഡിയോ എടുക്കുന്നതൊക്കെ ഫ്ലോപ്പ് ആവും. അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ചില വീഡിയോസിലൊക്കെ കവറൊക്കെ ഇട്ട് മൂടി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെടുത്തിട്ട് ഇത് ജനുവരി 1-നാണ് ഈ ഒരു വണ്ടി എടുത്തത്. ഇത് യൂണിക്കോൺ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു മോഡലല്ല, അതിൻ്റെ ഒരു മോഡലുണ്ട്. കറക്റ്റ് മോഡലൊന്നും എനിക്കറിയാൻ വയ്യ. അപ്പോൾ ആ ഒരു മോഡൽ വണ്ടിയാണ് ഇപ്പോൾ ജനുവരി 1-നാണ് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോസൊക്കെ പിന്നെ എപ്പോഴെങ്കിലും സെറ്റാക്കി ഇടണമെന്നൊക്കെ ഉണ്ട്. ഇതിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അവരുടെ കഴിഞ്ഞിട്ട് ഇടാമെന്നുള്ള രീതി ഇരിക്കുകയാണ്. നമ്മളിനി പ്രത്യേകിച്ച് അടിയൊന്നും അടിച്ച് തീർന്നില്ലെങ്കിൽ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണും. വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി ഇപ്പോൾ സെൽഫ് അടിക്കുന്ന സമയത്ത് ഈ ഒരു സൈഡിൽ നിന്ന് ചെറിയ സൗണ്ട് മാത്രമേ ഉള്ളൂ, വണ്ടി സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ ഇത് ഈ ഒരു സെയിം ഇഷ്യൂ എൻ്റെ വണ്ടിക്കും പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ബ്രഷോ സ്റ്റാർട്ടിംഗ് മോട്ടറൊന്നും മാറിയിട്ടൊന്നുമില്ല. സംഭവം എൻ്റെ ഈ ഒരു മീറ്ററിലോ ഈ ഒരു സ്റ്റാർട്ടിംഗ് മോഡലിട്ട് പറയുന്ന ലൈനിൻ്റെ പ്രശ്നമായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് അയച്ച് WD-40 അടിച്ച് ക്ലീൻ ചെയ്തപ്പോൾ മാറിയായിരുന്നു. ശിവൻ്റെനെ ഓടിക്കൊണ്ടുന്ന വണ്ടിയാണ്. പെട്ടെന്ന് 2-3 അടിയൊക്കെ അടിച്ചതിന് ശേഷം ഇത് എടുക്കുന്നില്ല. ഇപ്പോൾ ഇതിൽ സാകുമ്പോൾ കിക്കർ മാത്രമേ ചവിട്ടി എടുക്കാൻ പറ്റൂ. പിന്നെ ഇപ്പോൾ കിക്കർ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ വെച്ചിട്ട് ഒരു 4-5 പ്രാവശ്യം ഓടിയിട്ടുണ്ട്, 4-5 ദിവസം ഓടിപ്പിച്ച് ഓടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ വണ്ടിയിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം കിക്കറില്ല, എപ്പോഴും തള്ളിയെടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. സിഗ്നലൊക്കെ ഓഫാക്കിയാണ് ഞാൻ അപ്പം തന്നെ ശരിയാക്കിയായിരുന്നു. എനിക്കെന്താ വെച്ചാൽ പൈസയൊന്നും ആയില്ല. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഇത് മാറാൻ വേണ്ടി 10-350 അടുപ്പിച്ചാവുമ്പോൾ തോന്നുന്നു. മോട്ടർ കംപ്ലീറ്റ് ആയിട്ട് മാറാതെ തന്നെ നിങ്ങൾക്ക് പുറത്തൊക്കെ കൊടുത്ത് വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് കടയിൽ കൊടുത്ത് ഇതിൻ്റെ അകത്ത് സ്റ്റാർട്ടിംഗ് മോട്ടറിന് ബ്രഷ് മാറി എടുക്കാൻ പറ്റും. അതൊക്കെ മാറി കഴിഞ്ഞാൽ എത്ര നാൾ കിടക്കുമെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഇപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് ആദ്യം ഏതെങ്കിലും ഒരു ഇലക്ട്രിക്കൽ ഷോപ്പിൽ ചെന്ന് ഇത് അയച്ചു കൊടുത്ത് ശരിയാക്കണം. ഈ ഒരു സംഭവം ശരിയാക്കുന്ന ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ റിപ്പയറിനെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി കടയിൽ പോയിട്ട് കാണാം. ഇവിടെ ഇപ്പോൾ കടയിൽ കുറച്ച് തിരക്കും കാര്യമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വെളിയിൽ കുറച്ച് നേരം പോസ്റ്റാണ്. അപ്പോൾ ഇതാണ് കടയുടെ പേര്. കോൺടാക്ട് നമ്പറൊക്കെ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും യൂസ്ഫുൾ ആവും. നമ്മളെ വണ്ടി പണിയാൻ കയറ്റിയിട്ടുണ്ട്. അത് തന്നെ സ്റ്റാർട്ടിംഗ് മോട്ടർ അയച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മോട്ടർ അടിച്ച് റിപ്പയർ ചെയ്യുന്ന പരിപാടി നിങ്ങൾ കാണുന്നത്. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ട് ഉപയോഗമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നിങ്ങളിപ്പോൾ ഈ കാണുന്നതിന് ഇതിൻ്റെ അകത്ത് നമ്മൾ മാറിയ ബ്രഷ് അത് കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിലോട്ട് വെച്ച് സെറ്റ് ചെയ്യണം. കട കുറച്ച് റോഡ് സൈഡിലാണ്. അപ്പോൾ അതിലേക്ക് നോയ്സ് ഉണ്ട്. പിന്നെ പണിയുടെ ഇടയ്ക്കിട്ട് ഞാൻ അവിടെ നിന്ന് സംസാരിക്കുന്ന അത്ര ശരിയെന്ന് തോന്നിയാണ് ഇപ്പോൾ രണ്ടാമത് വോയിസ് ഓവർ ചെയ്യുന്നത്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, ഇനി അതേ പറ്റൂ. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ആ റേറ്റ് എന്ന് വെച്ചാൽ ഒരു 250 രൂപ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി വണ്ടി വെച്ച് സെറ്റ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ ഇഷ്യൂസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. വിശാലിനെ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ വിശാൽ. അപ്പോൾ ഇത് ഇങ്ങനെ നേരെ വീട്ടിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ലൈക്ക് അടിച്ചാൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ലൈക്ക് അടിച്ചേക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നത് ബൈ ബൈ.